വിദേശാധിപത്യങ്ങൾ നമ്മുടെ നാടിനെ കൈയടയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട് കുറെ ചെറു നാട്ടുരാജ്യങ്ങളായിരുന്നു. അത്തരത്തിൽ ഇന്നത്തെ കൊല്ലം ജില്ലയിലെ ഒരു ചെറു നാട്ടുരാജ്യത്തിന്റെ രാജാവായിരുന്നു രാജാ വീരപ്രതാപ ദേവരാജവർമ്മ. ധനത്തിനോട് അതിയായ താല്പര്യമുണ്ടായിരുന്ന രാജാവ് തന്റെ സമ്പത്ത് ആരും തട്ടിയെടുക്കാതിരിക്കാൻ അത് വിവിധ ഇടങ്ങളിൽ രഹസ്യ അറകൾ ഉണ്ടാക്കി സൂക്ഷിച്ചു വന്നു. രാജാവിന്റെ മരണശേഷം എല്ലാ അറകളും അദ്ദേഹത്തിന്റെ മകൻ തുറന്നു, ഒരു അറ ഒഴിച്ച്. രാജാവ് തന്റെ പ്രിയ ആഭരണങ്ങളും വജ്രങ്ങളും സൂക്ഷിച്ചിരുന്ന ഈ അറയ്ക്ക് പ്രത്യേക മന്ത്രവിധി പ്രകാരം ബന്ധനം നൽകി. രാജാവോ നാട്ടുകാരോ ആര് ആ അറ തുറക്കണമെങ്കിലും മന്ത്രബന്ധനം മറികടക്കണം. രാജാവിന്റെ മരണത്തോടെ ആ ബന്ധനത്തിന്റെ താക്കോൽ നഷ്ടമായി. അപകടം പതിയിരിക്കുന്ന മന്ത്രബന്ധനത്തിനുള്ള ആ അറ ശരിക്കും ഒരു ഗുഹയാണ്. രാജാവിന്റെ കാലത്തുണ്ടായ 5 അറകളുടെ നാട്ടിലെ ഒരു അറയാണ് ഈ ഗുഹ. കാലാനുസൃതം 5 അറകളുടെ നാട് ഐലറയായി. ഐലറയിൽ ഇന്നും നിലകൊള്ളുന്ന ഗുഹ. ഇത് നമുക്ക് പണിയാ. ശരിയാടാ, നമ്മൾ അവനുമായിട്ട് പ്രശ്നത്തിന് പോയാൽ നമുക്ക് വലിയ പ്രശ്നമാവും. പക്ഷെ നമ്മളൊന്നും ചെയ്യാതിരുന്ന എത്ര കുട്ടികളുടെ ജീവിതം പോന്നെ എന്നും പറഞ്ഞ് നമ്മൾ വട്ടം വയ്ക്കാൻ പോകുന്നത് ഡ്രഗ് മാഫിയ ആയിട്ടാ. എടാ പൊന്നുവനെ പയ്യെ പറ. എടാ സ്കൂൾ കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന നമ്മളെ പോലെ ഒരു കൊച്ചു, അവനും ഒരു ജീവിതം ഇല്ലേ? അപ്പം ഞാൻ ഇത് ഉറപ്പായിട്ട് ടീച്ചറത്ത് പറയും. എടാ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഇല്ലടാ, ഞാൻ ഉറപ്പിച്ച്. ഇനി പ്രശ്നം വലുതാവും. ആവണം. ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്ത് ഇനി അവനിലൂടെ ബാക്കിയുള്ളവര്. എടാ ഇനി അവരെങ്ങാനും നമ്മളെ തേടി തരുമോ? ഇല്ലടാ. നമ്മളെ തന്നെ ഒന്ന് വിളിച്ചേ. പിന്നീട് വേറെ ആരാണ്ടുണ്ടോ? അപ്പൊ നമ്മളെ തന്നെ. നീ എന്താടാ പെട്ടെന്ന് വരാൻ പറഞ്ഞു? അതാ സന്യാസി പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഇതിന്റെ ചേട്ടന്മാരോ ഡ്രഗ് മാഫിയും കൂടെ എന്നെ വിളിച്ചായിരുന്നു. എന്തോ സഹായത്തിന് ഞാനാ ഫോൺ എടുത്തത്. അവരെൻ്റെ അടുത്ത് 20 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. പൈസ കൊടുത്തില്ലെങ്കിലും പോലീസിനെ അറിയിച്ചാലും അവർ നമ്മളെ കുടുംബത്തെ കൊല്ലും. എടാ എന്നാലും ഇത്രയും കാശ്. ആ സന്യാസി പറഞ്ഞത് കല്ലറപ്പച്ച പോയ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നല്ലേ? പണ്ട് എൻ്റെ മുത്തശ്ശി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഗുഹയിൽ ഏതോ നിധിയോ രാജാക്കന്മാരോ ഒളിപ്പിച്ച നിധി എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ നമുക്കത് എടുക്കണം. നീ പറഞ്ഞു വരുന്നത്? അതെ, നമുക്ക് അവിടെ പോയേ പറ്റൂ. അങ്ങനെ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല. പോണെങ്കിൽ നമ്മൾ ഒരുമിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിദ്ധുവിനെയും കൂടെ വിളിക്കാം. അവനാകുമ്പോൾ കാടിനെ കുറിച്ച് നല്ല അറിയാം. അത് കറക്റ്റ്.
കുളമുണ്ടോ? ശരിയാടാ, കുളമാ. ഇതാണല്ലേ കല്ലറപ്പച്ച? ഇത് തന്നെ. നമ്മുടെ നിധിയോടെ നീയൊക്കെ എന്തുണ്ടാക്കാനാണ്? കിട്ടാതെ പോകത്തില്ല. മനസ്സിലായില്ലല്ലേ? നീയൊക്കെ ജയിലിലാക്കി മിഥുന്റെ ചേട്ടനാടാ ഞാൻ. അവൻ ജയിലിൽ കിടക്കുമ്പോൾ നീയൊക്കെ സ്വസ്ഥമായി പുറത്ത് കിടക്കുന്നത് ശരിയാണോ? നിന്നെയൊക്കെ നാട്ടിൽ വെച്ച് തന്നെ കൊല്ലായിരുന്നു. പക്ഷെ നീയൊക്കെ ഭയം എന്താണെന്ന് അറിയണം. കാട്ടിലോട്ട് നിന്നെയൊക്കെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ. ആ പിന്നെ ഒരു കാര്യം, മിഥുന് ഒരു ചേട്ടൻ കൂടിയുണ്ട്. അവനാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. എടാ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നം? നമ്മൾ ആ ഗുഹയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം സിംഹവും നരി പുലി ഒരുമിച്ച് നമ്മളെ കൊല്ലാൻ വന്നു. ഇതൊക്കെ കേരളത്തിൽ നടക്കൂടി. ഓ, ഇനി നീ അതിൻ്റെ ഇടയിൽ കയറി ലോജിക്ക് അടിക്കും. എന്നാലും മൂന്നും കൂടെ ഒരുമിച്ച് വരൂ. ഇതെന്തെങ്കിലും ഒരു സൂചനയാണെങ്കിലോ? അതെന്ത് സൂചന? എടാ, അതായത് ഈ നിധി എടുക്കാൻ ആരൊക്കെയോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവരെ തടയേണ്ടത് നമ്മളാണെങ്കിലോ? അതായിരിക്കും ചിലപ്പോൾ ആ സൂചന. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ സന്യാസിയായിട്ട് വന്ന് പറ്റിച്ചത് ചത്തിട്ടില്ല. അവൻ്റെ ഫോട്ടോ പത്രത്തിലും ഇല്ല. എടാ, അപ്പോൾ ആ 3 എണ്ണത്തിൽ ഒരാൾ അയാളായിരിക്കും. എൻ്റെ ചേട്ടൻ മരിച്ചു, എൻ്റെ അനിയൻ ജയിലിൽ. ഇതിനൊക്കെ കാരണക്കാരായ 3 എണ്ണത്തെ ഞാൻ കൊല്ലും. ഇതിനാ നിധി ഞാൻ എടുക്കും. ബാക്കി 2 പേരാരാ? നമ്മുടെ ആനന്ദും അവന്റെ കൂട്ടുകാരും കൈവച്ചപ്പോൾ ആ മന്ത്രബന്ധനം തകർന്നിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ രാജാ വീരപ്രതാപ് മന്ത്രബന്ധനം നൽകാൻ സമീപിച്ച മന്ത്രവാദികളുടെ പുനർജന്മങ്ങളാണ്. മന്ത്രവാദികൾ പുനർജനിച്ചിട്ടുണ്ടെങ്കിൽ അവനും പുനർജനിച്ചിട്ടുണ്ടാവും. രാജാ വീരപ്രതാപ ദേവരാജവർമ്മ. നമ്മൾ പോയത് യഥാർത്ഥ കല്ലറപ്പച്ചയിലല്ലെങ്കിലോ? എടാ, പണ്ടത്തെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു. ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ഡ്യൂപ്ലിക്കേറ്റ് ഗുഹകൾ ആ കല്ലറപ്പച്ചയ്ക്ക് ചുറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ? അപ്പം നമ്മൾ ആദ്യമേ ആ ഒറിജിനൽ കല്ലറപ്പച്ച കണ്ടുപിടിക്കണം. ഐലറയിലെ നിധി ഐലറയിൽ തന്നെ നിൽക്കണം. എടാ, എന്നാൽ ഇവന്മാർ എങ്ങനെയാണ് നിധിയെ പറ്റിയൊക്കെ അറിയുന്നത്? കോടികൾ വില വരുന്ന നിധി തേടിയുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പൊട്ടിക്കുക. ശരി.